നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോ മെട്രിക്സ്, അതൊരു നല്ല പോലെ നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തി എന്നെനിക്ക് നിങ്ങളുടെ കമൻസിലൂടെയും എനിക്കെന്ന റെസ്പോൺസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ലോ ഓഫ് അട്രാക്ഷൻ്റെ ചട്ടക്കൂടിൽ മാത്രം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ മനസ്സിലാക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അവർ ഇത്രയും വിശ്വസിച്ചിട്ടും അവരെന്തുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഗോൾസിലേക്കൊന്നും എത്തുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ അതിനുള്ളൊരു എനർജിയോ ഒന്നോ അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് മജോറിറ്റി ആൾക്കാരും ഈ മെട്രിക്സിലാണ് ജീവിക്കുന്നത്. എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ മെട്രിക്സ് തന്നെയാണ്, നമ്മളെല്ലാവരും തന്നെ. പക്ഷെ അതിൻ്റെ തോതനുസരിച്ചിരിക്കും. ഐ റിപ്പീറ്റ്, അതിൽ നിങ്ങൾ എത്രമാത്രം അതിൻ്റെ തോത്, നിങ്ങളൊരു 100% ആ മെട്രിക്സിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സൊസൈറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക്, നിങ്ങൾ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ല ചെയ്യപ്പെട്ടത്. അത്തരത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു വ്യക്തി ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊരു സുപ്രഭാതത്തിൽ അറിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ യൂണിവേഴ്സിലും വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ടെക്നിക്സ്, ചില പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹൈ സക്സസിലേക്ക് പോകാൻ പറ്റത്തില്ല. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുക. നിങ്ങൾ ഒരു ജോലി അച്ചീവ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നോക്കിക്കോളൂ. കാരണം ഹൈ സക്സസ് എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഹൈ സക്സസിൽ ജീവിച്ചേക്കുന്നവരാരും നോർമൽ പബ്ലിക്കിൻ്റെ ബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. അവരെല്ലാം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എലിവേറ്റഡ് ആയിട്ട്, കുറച്ചുകൂടെ സോഷ്യലി കമ്മിറ്റഡ് ആണെങ്കിൽ പോലും അവരുടെ ഒരു ഒരു വേ ഓഫ് തിങ്കിങ്ങും തോട്ട് പ്രോസസ്സും അവരുടെ ആക്ഷൻസും എല്ലാം ഡിഫറെൻ്റ് ആണ്. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഉയർന്ന, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു സ്റ്റേബിൾ ഇൻകമുള്ള, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇപ്പോഴും നിങ്ങൾ ആ കുടുക്കിൽപ്പെട്ട് ജീവിക്കുകയാണ്. നിങ്ങൾ യൂണിവേഴ്സിനെ എത്ര ട്രസ്റ്റ് ചെയ്താൽ, യൂണിവേഴ്സ് വേറെ എന്തോ ആണെന്ന് വിശ്വസിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ മറ്റ് ആൾക്കാർക്ക് എന്താണ് ഇത്ര ധൈര്യം? അവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടു കൂടി കാര്യങ്ങളെ വീക്ഷിക്കാൻ സാധിക്കുന്നത്? മനസ്സിലാക്കിക്കോളൂ, നമ്മളെല്ലാം ഒരു നമ്മുടെ സൊസൈറ്റിയുടെ സ്വാധീനത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൊസൈറ്റി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മുടെ ഒരു ഗോള് പോലും ആൾക്കാരെ സെറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കിക്കോളൂ. അത്തരത്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നമുക്ക് ആരെങ്കിലും വെറുപ്പിച്ച് ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എതിർത്ത് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. ഇതിനകത്ത് എതിർപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഇതെല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ എത്രമാത്രം എലിവേറ്റഡ് ആയി എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ എലിവേറ്റഡ് ആവാതെ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ അങ്ങ് എലിവേറ്റഡ് ആയെന്ന്, വെറുതെ തോന്നലും മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്പിരിച്വാലിറ്റിക്കകത്ത് തന്നെ പലരും ഞാൻ ഭയങ്കര സ്പിരിച്വലാണെന്ന്. നിങ്ങൾ സ്പിരിച്വൽ ആണെന്ന് വിചാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. സ്പിരിച്വൽ ആകുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറേ തിയറീസ് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഞാൻ സ്പിരിച്വൽ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ സ്പിരിച്വൽ ആണെന്ന് പറയാം. സ്പിരിച്വൽ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. സോൾഫുള്ളി നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ സോളിനായിട്ട് അത്രയും 100% ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലോകത്ത് നിന്ന് നമ്മൾ ഡിറ്റാച്ച് ആവാൻ നോക്കും, അല്ലേ? പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഞാൻ നിങ്ങളെ അന്നും ഇന്നും ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെയുള്ള മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പാകത്തിന്, മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് അച്ചീവ് ചെയ്ത് അതിൽ സാറ്റിസ്ഫാക്ഷനും കണ്ടൻമെൻറ്റും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് അടുത്ത ലെയറിലോട്ട് പോകുക. അത് പറഞ്ഞില്ല, അത് എല്ലാം ഈ ജന്മം തന്നെ സാധിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ലൈഫിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് നോളജ് അറിഞ്ഞു, ആ അറിഞ്ഞ നോളജ് അത് ആക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ ഓഫ് ലൈഫോ അവരുടെ ലൈഫ് അവരിലേക്ക് എന്ത് കൊണ്ടുവരുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ അവരറിഞ്ഞേക്കുന്ന എന്തോ കാര്യത്തിലേക്ക് അവർ പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർ പോകുന്നതിനനുസരിച്ച് അവരുടെ ലൈഫിൽ പുരോഗമനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ വലിയ സ്പിരിച്വൽ ഓർഗനൈസേഷൻസിൽ അവിടെ സ്പിരിച്വൽ ഗുരൂസിൻ്റെ ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാർ. എന്നാൽ അവരിൽ യാതൊരു മാറ്റവും ഇല്ല, അവരുടെ മെറ്റീരിയലിസ്റ്റിക് സൈഡിൽ യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ല. ഗുരുവിനെല്ലാം ഉണ്ട്, മെറ്റീരിയലിസ്റ്റിക് സൈഡിൽ യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ല. അവർക്ക് ഈ പറയുന്ന മനസ്സിന്
സ്ട്രെസ്സും പ്രശ്നമൊക്കെ ആയിട്ട് അവരിപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ആശ്വാസമായിട്ട് മാത്രം സേവനം ചെയ്യുന്നു എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ സന്തോഷവും സമാധാനം എപ്പോൾ കിട്ടും? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്ത് ജീവിക്കുന്നത്, ഈ ഭൂമിയുടെ എനർജി എന്ന് പറയുന്നത് എനർജി, മണി എന്ന് പറയുന്ന എനർജിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര പേർക്ക് അറിയാം? മണി എന്ന് പറയുന്ന എനർജി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ എനർജി, മണി എന്ന് പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ തന്നെ മെജോറിറ്റി പ്രശ്നങ്ങളും തീരും. മെജോറിറ്റി പ്രശ്നങ്ങളും തീരും അല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ, പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, 90% നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. പണം ഇല്ലെങ്കിൽ ആവില്ല. സത്യമല്ലേ? അപ്പൊ പണം എന്ന് പറയുന്ന ഒരു എനർജി വർക്ക് ചെയ്യുന്ന, അല്ലെ ആ എനർജിയിൽ സുപ്രീമസി ഉള്ള ഒരു യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾ പണത്തെ ഇഷ്ടപ്പെടാതെയോ പണത്തിനെ പുച്ഛിച്ചോ അല്ലെങ്കിൽ പണം അത് വലിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക്, എനിക്ക് സ്നേഹത്തിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം, അമിതമായിട്ട് സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ ഡിറ്റാച്ച്ഡ് ആവുന്നില്ല. അപ്പോൾ അവർ വീണ്ടും ഇതേ ലൂപ്പിലാണ്. ഞാൻ പറയുന്നത് സ്നേഹബന്ധം ഏത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, അതിൽ നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആണെങ്കിൽ, ആയി പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ ലൂപ്പിൽ നിന്നോ ഈ മെട്രിക്സിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു കൺട്രോളാണ്. അപ്പോൾ ഈ കൺട്രോളിന് വെളിയിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ചട്ടക്കൂടി നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങളെ വീക്ഷിക്കാനും, ആ ചട്ടക്കൂടി നിന്നുകൊണ്ട് മാത്രമേ ഒരു കാര്യത്തെ എന്താ പറയുന്നത് അതിലേക്ക് ഇറങ്ങിപ്പോകാനും പറ്റുള്ളൂ, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ സംഗതി എന്താ പറഞ്ഞേ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു ആക്ഷൻ, ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഒരു തീരുമാനം എടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം, മൈൻഡ് പവർ വേണം. മൈൻഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടെല്ലാം പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഓവർ കോൺഫിഡൻസും അല്ല. ഞാൻ എന്തിനാ ഇതൊക്കെ ഒരു റീക്യാപ്പ് പോലെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞിട്ട് കാലങ്ങൾ എത്ര വർഷമായി നിങ്ങൾ അറിഞ്ഞിട്ട്? നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു പോയിന്റ് നാണക്കേടോ അല്ലെങ്കിൽ ഷെയിം തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഉള്ളിൽ ചിന്തിക്കുമ്പോൾ ഞാൻ എത്ര വർഷം ഇതിനെ കൊണ്ട് ഇറങ്ങിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ പോകുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നില്ലേ? നമ്മുടെ ലൈഫിന്റെ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം ആലോചിച്ച് നോക്കുക. ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടും അതിനകത്ത് ഗ്രോത്ത് പെർസെൻറ്റേജ് കുറവാണെങ്കിൽ മനസ്സിലാക്കിക്കോ, സബ് കോൺഷ്യസ് മൈൻഡ് കാലങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ഈ മെട്രിക്സിൽ പെട്ടതാണ്. ഈ മെട്രിക്സിൽ പെട്ടേക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെ നിസ്സാരവൽക്കരിച്ച് വളരെ ലാഘവത്തോടു കൂടി എന്താ പറയുക, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു സംഗതി അല്ലത്. അത്രയും പറഞ്ഞല്ലോ, സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ടു പവർഫുൾ. അതിനെ അത്രയും കീനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് മാറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു വലിയ വിജയത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് പറ്റത്തുള്ളൂ. നിങ്ങളത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. യൂണിവേഴ്സ് വേറെ എന്തുവാണെന്ന് വിചാരിച്ച് പലരും പറയുന്നത് ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു പറയുന്നതും, പണ്ടുള്ള ആൾക്കാർ കൃഷ്ണനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു പറയുന്നത് എല്ലാം ഒരുപോലെ തന്നെ. കാരണം അത് എന്താണോ അതിനെ എക്സാക്ട്ലി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ യൂണിവേഴ്സ് എന്താണ്? നിങ്ങൾ തന്നെയാണ് പ്രപഞ്ചം എന്നുള്ള ഒരു റിയലൈസേഷനിലായിട്ട് എത്താത്തിടത്തോളം കാലം നിങ്ങൾ ചിന്തിക്കുന്നത് മാറത്തില്ല, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ മാറത്തില്ല, നിങ്ങൾ കാണുന്ന രീതി മാറത്തില്ല. കാരണം കാണുന്ന പെർസ്പെക്റ്റീവ് എല്ലാം സെയിം ആണ്. നിങ്ങളുടെ സ്ഥായിയായിട്ടുള്ള ക്യാരക്ടർ, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഈ സ്വഭാവം മാറാതെ തന്നെ ഈ മെട്രിക്സിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്യപ്പെട്ടത് ആ കൺട്രോളിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അകത്തെ ലോകത്തിന്റെ കൺട്രോളിൽ. ആ കൺട്രോളിനെ മാറ്റിയെടുക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കും പറ്റില്ല, നിങ്ങൾക്കേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യത്തെ എത്രമാത്രം ആ വ്യക്തി പറഞ്ഞില്ലേ, അതിന് 10 അഫർമേഷൻ പറഞ്ഞോ അല്ലെങ്കിൽ 10 ടെക്നിക്ക് അപ്ലൈ ചെയ്തോ മാത്രം മാറുന്നൊരു വിഷയമല്ല. ഒരു വ്യക്തിയുടെ എനർജിയിൽ വേരിയേഷൻ വരണം, അയാളുടെ തലച്ചോറിലെ ന്യൂറൽ പാത്വേയിൽ വേരിയേഷൻ വരണം. അയാളെ സ്വാധീനിക്കുന്ന, നോർമൽ വ്യക്തികളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെ എല്ലാം നമുക്ക് പറഞ്ഞ ഒരു ചെറിയ ബോധം ഉണ്ടാവണം. നമ്മളെ സ്വാധീനിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത്, എനർജിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. ഇങ്ങനെ പല കാര്യത്തെക്കുറിച്ചൊരു ഒരു അവബോധമുള്ള വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ അവബോധം ഞാൻ പറയുന്നില്ല, ബോധമുള്ള വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ കാര്യങ്ങളെ മനസ്സിലാക്കി പെരുമാറാൻ പറ്റൂ. അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ ഈഗോയാണ്.
ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോഴും നിങ്ങളുടെ ഈഗോ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുള്ളി ചെയ്ത് വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഇവനെല്ലാം മനസ്സിലാക്കിയോ, ഇവനെല്ലാം തികഞ്ഞിരിക്കുവാണോ? സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, കമ്പാരിറ്റീവ്ലി ഒരു 5 വർഷത്തെ ഗ്രോത്ത് റേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ കണ്ടേക്കുന്നത് ഒരു 5 വർഷത്തെ ഗ്രോത്ത് റേറ്റ് എൻ്റെ ലൈഫിൽ എന്നെ കുറച്ച് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. എനിക്കിപ്പം സൊസൈറ്റിയുടെ മുന്നിലോ എനിക്ക് അതുകൊണ്ട് ഇതുണ്ടെന്ന് പറയുന്ന അതിലേക്ക് എത്താൻ എനിക്ക് എന്തോ നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റുന്നവർക്ക് അറിയാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് സൈഡ് ആയിക്കോട്ടെ, മെറ്റീരിയലിസ്റ്റിക് സൈഡ് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിർത്തുക എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ മെന്റലി സ്പിരിച്വലി ഹൈ ആയി എന്ന് ആൾക്കാർ പറയും. നിങ്ങൾക്ക് ഓരോ ദിവസവും സാമ്പത്തികപരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ സ്പിരിച്വലി ഹൈ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ലോകത്ത് നിങ്ങൾ അല്ലലില്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അത്യാവശ്യം സൊസൈറ്റി അനുമാനിക്കുന്ന എല്ലാ സംഗതികളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടാവണം. ഞാൻ പറയുന്നത് ഉണ്ടാവണം. വീടും കാറും ബാങ്ക് ബാലൻസും അല്ലെങ്കിൽ എന്താ പറയുന്നത്, വിദ്യാഭ്യാസമെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വരുമാനമെങ്കിൽ വരുമാനം, അത് നിങ്ങൾക്ക് ഉണ്ടാവണം. പക്ഷെ നിങ്ങൾക്കത് ഉണ്ടാക്കി തരാതിരിക്കുക എന്നുള്ളതാണ് ഈ സൊസൈറ്റി ഡിസൈഡ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ആ പറയുന്ന അൾട്ടിമേറ്റ് പവർ, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ ലൂപ്പ്, അല്ലെങ്കിൽ മെട്രിക്സ് അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്. നിങ്ങൾ എന്ത് ശ്രമിച്ചാലും നിങ്ങളെ അത് പറഞ്ഞില്ലേ, ഒരു വ്യക്തി ഫുള്ളി ഡെഡിക്കേറ്റഡ് ഇറങ്ങണം. നിങ്ങളെ അത് ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാലങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്തേക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡ് ഈ സൊസൈറ്റി റൂൾസിൽ അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ ഉൾപ്പെട്ടേക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോകത്ത് എത്തിക്കില്ല. നിങ്ങൾക്ക് പണം വന്നാൽ പവർ വരും, നിങ്ങൾക്ക് പണം വരുത്തില്ല. നിങ്ങളെ കൊണ്ട് പണം വരുത്തിക്കത്തില്ല. നിങ്ങൾക്ക് പണം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പണം വന്നാൽ പവർ വരും. പവർ എല്ലാവർക്കും കൊടുക്കത്തില്ല. പണം വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എനർജിയിൽ വേരിയേഷൻ വരണം. അത് മനസ്സിലാക്കാത്ത സാധാരണ ആൾക്കാർ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടുന്നതിൽ കണ്ടന്റ്മെന്റോ അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ് മെജോറിറ്റി ആൾക്കാർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ വലിയ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ അറിഞ്ഞു ഈ 90% നിങ്ങൾ ഈ മെട്രിക്സിൽ ജീവിച്ചിട്ട് സ്വപ്നമായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അത് എനർജിയിൽ ഒരു രീതിയിലും വേരിയേഷൻ വരാത്തൊരു വ്യക്തി, സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നു, അധികാരം ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവണം. ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ 5 വർഷമായിട്ട് എന്തൊക്കെ വഴികളുണ്ട് ഞാൻ ഓരോ നിമിഷവും, കാരണം ഒന്ന് പഠിക്കുമ്പോൾ അടുത്ത ഒരു ലെയർ ഓപ്പൺ വരും, അത് പഠിക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു വ്യക്തിയെ സ്വാധീനിക്കുമോ അതെല്ലാം കൂടെ ഒരു എന്താ പറയുന്നത്, എല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്ത് എല്ലാത്തിനെയും കൂടെ കൊണ്ടുവന്ന് എനർജിയിൽ എന്ത് വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റും. ഞാൻ അതിനുള്ള പറഞ്ഞത് അതൊരു മിഷനാണെന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ശ്രമമാണെന്ന് പറയാം. പക്ഷെ അത് എത്ര പേർക്ക് രജിസ്റ്റർ ആവുമെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷമം. ആൾക്കാർക്ക് അവരുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങാനുള്ള മനസ്സില്ല. ആഗ്രഹമുണ്ട്, സാർ പൈസ വന്നിട്ട് നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങൂ, നിങ്ങളുടെ പുറകെ പണം വരും. സീരിയസ്ലി, നിങ്ങൾക്ക് കയ്യിൽ പൈസ വന്നിട്ട് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് അതാണ് മെട്രിക്സ്. അത് അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ആ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ഇറങ്ങാമെന്നാണ് പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകൾ പറയുന്നത് കേൾക്കൂ. അവർ പറയുന്നത് നിങ്ങൾ ഇറങ്ങ്, പൈസ വരും. അതേ ഞാനും പറയുന്നുള്ളൂ, അതെന്റെ അനുഭവമാണ്. അങ്ങനെ ഇറങ്ങുന്നവർക്കേ രക്ഷയുള്ളൂ. അല്ലാതെ പൈസ വന്നിട്ടൊരു കാര്യം ചെയ്യാന്ന് ചിന്തിക്കുന്നവരാണ് അവർ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. ഒരു കാലത്തും. നിങ്ങൾ സാധാരണ മനുഷ്യന്റെ ലോജിക്കൽ ചിന്തിച്ച് സമയം കളയാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പല ന്യായീകരണങ്ങൾ പറയാം. പക്ഷെ നിങ്ങളുടെ ന്യായീകരണങ്ങൾ നിങ്ങളെ എത്രമാത്രം ഉയർത്തി. ഹൈ സക്സസിൽ പോകുന്ന ഒരു വ്യക്തിയുടെയും ഒരു ഗോളിലേക്ക് പോകുന്നതിന്റെ മാനദണ്ഡം പണമല്ല. നിങ്ങൾ പണം പുറകെ വരും. അതിനോട് ഇറങ്ങാനുള്ള മൈൻഡ് സെറ്റാണ് ഉണ്ടാവേണ്ടത്. അതിനൊരു ധൈര്യം വേണം. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്നെ കഴിയുന്ന രീതി ഇപ്പം അശ്വൊന്നും പല ക്ലാസ് വിട്. ഇറ്റ്സ് എ ട്രെയിനിങ് പ്രോസസ്.
ക്ലാസ് അല്ല, നിങ്ങളെ അങ്ങ് ഉദ്ബോധിപ്പിക്കാനൊന്നുമല്ല. മനസ്സിലാക്കുക നിങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളെ എന്തൊക്കെ എനർജി നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അത് സ്വാധീനിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ എനർജി മാറ്റിയെടുക്കാൻ ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് പല ആൾക്കാരുടെ ഹെൽപ്പോട് കൂടി എനർജി മാറ്റം വരുത്തുമ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. അതിനുള്ള ശ്രമമാണ്. ഇറ്റ്സ് എ മിഷൻ. അത് എത്ര പേർക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. അത് വളരെ സങ്കടകരം. ഇത്രയും വർഷം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ സെൻസിലേക്ക് ഇറങ്ങാൻ പേടിച്ചും അതിൻ്റെ 100 കാരണങ്ങൾ കണ്ടും പുറകോട്ട് നിൽക്കുന്ന ആൾക്കാർ ഞാൻ എങ്ങനെ ഒരു ലൈഫിൽ സക്സസ് ആവും? ഐ ഡോണ്ട് നോ.